എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയങ്ങും ഹ്യോണും സംസാരിക്കുന്നതാണ്. ഹ്യോൺ വിളിച്ചത് പ്രകാരം അങ്ങനെ ജിയങ് എത്തുമ്പോൾ കാണുന്നത് ഒരു ഡാൻസറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഹ്യോണിനെയാണ്. ഡാൻസർ എന്ന് പറയുമ്പോൾ ഓർമ്മയില്ലേ, ഹ്യോണിന്റെ നിർദ്ദേശപ്രകാരം ജിയങ്ങിനെ ജയിലിൽ അടച്ച ശേഷം പിന്നീട് ഹ്യോൺ തന്നെ പറഞ്ഞു വിട്ട ഗോങ് അവിടെ മുഖം മറച്ചു വന്ന് രക്ഷപ്പെടുത്തുന്ന കണക്ക് ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഹ്യോൺ അറേഞ്ച് ചെയ്ത ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചത്. ആ ഒരു സമയത്ത് ഹ്യോൺ ഇട്ടിരുന്ന അതേ ഒരു ഡാൻസറിന്റെ കോസ്റ്റ്യൂമാണ് ഇപ്പോഴും ഹ്യോൺ ഇട്ട് നിൽക്കുന്നത്. പതിവില്ലാതെ ഹ്യോണിനെ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് എന്താ പ്ലാൻ എന്ന് ജിയങ് ചോദിക്കുന്ന ടീം എന്റെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഉടനെ വരാൻ പോവാ. അപ്പൊ മുത്തശ്ശിക്ക് മുന്നിൽ ഒരു സർപ്രൈസ് പെർഫോമൻസ് നടത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതിനു മുന്നേ ഞാൻ നിന്നെ ഒന്ന് റിഹേഴ്സൽ കാണിക്കാനായി വിളിച്ചതാ. നീ ഓക്കെ പറഞ്ഞാലല്ലേ എനിക്ക് സമാധാനമാവുന്നില്ല. ഹിയോൺ പറഞ്ഞ് അങ്ങനെ അവളുടെ മുന്നിൽ ഡാൻസ് ചെയ്യുമ്പോൾ ജിയങ് അതൊക്കെ എൻജോയ് ചെയ്ത് കണ്ടു നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിയങ് കുറച്ചൊന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണല്ലോ. പക്ഷെ പിന്നീട് ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു കൊട്ടാരത്തിന്റെ ഹ്യോന്റെ ലൈഫിന്റെ ഒക്കെ ഒരു ഭാഗമായി അവൾ മാറിയിരുന്നു അല്ലെ. നീ എങ്ങാനും ഇവിടെ നിന്ന് തിരിച്ചു പോവേണ്ടി വന്നാൽ എങ്ങനെ താൻ ആ അവസ്ഥയെ മറികടക്കുമെന്ന് അവൾക്ക് അറിയില്ല. തിരിച്ചു പോകണ്ടെന്നൊരു തീരുമാനം എടുക്കാനും കഴിയില്ല. ഹ്യോണിനെ മറക്കുക എന്ന് കരുതാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ അവളാകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ പിന്നീട് ജേസനെയാണ് കാണുന്നത്. ജേസൺ ഹ്യോണിനെതിരെ കുതന്ത്രങ്ങളും മെനയാനായി അയാളുടെ കൂടെ കുറച്ച് മന്ത്രിമാരുണ്ടല്ലോ, അവരെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഹ്യോണിന് അവന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ആളെ കാണാതായിരുന്നില്ല. അയാൾ ഇവിടെയാണ് ജേസൺ കെട്ടിയിട്ടിരിക്കുന്നത്. അയാളെ കാണിക്കുമ്പോൾ എന്താ നിങ്ങൾ ഇയാളെ കൊല്ലാതെ ഇപ്പോഴും ജീവനോട് കൂടി വെച്ചേക്കുന്നത്, ഇയാളെങ്ങാനും ഹ്യോണിന്റെ കൈ ചെന്നാൽ ആകെ പ്രശ്നമാവില്ലെന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്, എന്തായാലും ഇത് കണ്ട് ഞെട്ടാതെ വാ മറ്റൊരു കാര്യം കാണിക്കാന്നും പറഞ്ഞ് മറ്റൊരു ഇടത്തേക്ക് ജേസൺ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഒരു വയസ്സായ ലേഡി ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് മനസ്സിലാവാതെ കൂടെയുള്ളവർ നിൽക്കുമ്പോഴേക്കും ഇത് ഹ്യോണിന്റെ മരണപ്പെട്ട അമ്മയുടെ അമ്മയാണ്, അതായത് ഹ്യോണിന്റെ മുത്തശ്ശിയാണ്. അവരാകട്ടെ മാനസിക നില തെറ്റിയ കണക്കാണ് ഇരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ആ പാവ ഉണ്ടോ, ഹ്യോണിന്റെ അമ്മ മരിച്ച സമയം രക്തം പുരണ്ട അവരുടെ വസ്ത്രം ഉണ്ടല്ലോ, അത് വെച്ച് തയ്ച്ച ഒരു ഉടുപ്പാണ് ആ പാവയ്ക്ക് അവരിട്ട് കൊടുത്തിരിക്കുന്നത്, അവരുടെ മരിച്ച മകളുടെ ഓർമ്മയ്ക്കായി. എന്തായാലും ഇന്ന് അവന്റെ അച്ഛന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണല്ലോ ഹ്യോൺ. അവൻ ആ ഒരുക്കമൊക്കെ നടത്തി ആഘോഷിക്കാനായി ഇരിക്കട്ടെ, ആ സമയം അവൻ അമ്മയുടെ ഘാതകനെ കണ്ടുപിടിക്കണം എന്ന രീതിക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അവൻ ശ്രദ്ധ ഇങ്ങനെ മാറ്റി ലൈഫ് ആസ്വദിച്ചിപ്പോ നടക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ വീണ്ടും അവനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ അവന്റെ മുന്നിലേക്ക് അങ്ങ് ഇറക്കും. ആ സമയം ഒരു വട്ടനെ പോലെ അവൻ പലതും കാണിച്ചു കൂട്ടും. ട്രിഗറായ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടന്ന് സർവ്വതും നശിപ്പിക്കാൻ നോക്കും. എനിക്ക് അവനെ ഒരു വട്ടനെ കണക്ക് അപ്പൊ കാണാലോ, അവനെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അങ്ങനെ അപമാനിക്കാലോ എന്നൊക്കെ ജേസൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ഈ നടക്കുന്ന പ്ലാനിങ് അറിയാതെ ഹ്യോൺ ആകട്ടെ ജിയങ്ങിന്റെ അടുത്തേക്ക് എത്തി ആ ഒരു റെസിപ്പി ബുക്ക് കിട്ടിയാൽ ഇവിടെ നിന്ന് നീ ഫ്യൂച്ചറിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പോകുമെന്ന് പറയുന്ന ജിയങ് അല്ല ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്ന് ഹ്യോൺ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ട്, നീ പറയുന്നതെല്ലാം എനിക്ക് വിശ്വാസമാണ്, നീ കുക്ക് ചെയ്യുന്ന സ്റ്റൈലും ഒക്കെ അതേ കണക്ക് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്ന അവനാകട്ടെ അങ്ങനെ നീ പോവരുത്, എന്റെ കൂടെ വേണം, ലൈഫ് ലോങ് നീ എന്റെ കൂടെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ കരുതിയ ഒരു റിങ് ജിയങ്ങിന് ഇട്ടുകൊടുക്കുന്നു എന്ന് മാത്രമല്ല അവളെ അപ്പോ അവന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കിസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജിയങ്ങിന്റെ മനസ്സിലൊക്കെ തന്നെ അവൾ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പോവണ്ട, ഹ്യോണിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊരു തോന്നലാണ് ഇപ്പൊ അവൾക്ക് ഉള്ളത്. പക്ഷെ അവൾ പെട്ടെന്ന് ഹ്യോണിനെ മാറ്റി നിർത്താൻ നോക്കുന്നു. എന്ത് പറ്റി, നിനക്ക് എന്നോട് താല്പര്യമില്ലേന്ന് ഹ്യോൺ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിലെ ഒരാളെ അല്ലല്ലോ, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് തീർച്ചയായും എനിക്ക് ഫ്യൂച്ചറിലേക്ക് തന്നെ പോകേണ്ടി വരും. ഞാൻ ജീവിച്ചത് അവിടെയല്ലേ, എന്റെ അച്ഛനും എന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ അവിടെയല്ലേ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരുമെന്ന് ജിയങ് പറയുമ്പോൾ പക്ഷെ ഹ്യോൺ ആകട്ടെ ജിയങ് പോകുന്നത് ഒട്ടും തന്നെ സമ്മതിച്ചു കൊടുക്കാൻ റെഡിയല്ലേ, എന്നെ വിട്ടിട്ട് പോവല്ലെന്നും പറഞ്ഞ് അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ അടുത്ത് അങ്ങനെ കൊഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് മാറുന്നുണ്ട്. ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കല്ലേ, എങ്കിലേ എനിക്ക് പോവാനേ തോന്നില്ല എന്ന് അവൾ ഇങ്ങനെ മനസ്സിലോർത്ത് അവന്റെ അടുത്ത് ഹാപ്പിയായി നിൽക്കാണ്. എന്തായാലും അന്ന് ആ തിരക്കുകൾക്ക് ശേഷം തന്റെ റെസിപ്പി ബുക്കില് ലേറ്റസ്റ്റ് ആയി ജിയങ് ഉണ്ടാക്കിയ ആ ഒരു സൂപ്പ് മറ്റും ഹ്യോൺ ഇങ്ങനെ പടമായി വരയ്ക്കുകയും അതിന്റെ ആ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പേര് പെട്ടെന്ന് അവന് ഓർമ്മ വരുന്നില്ല. കാരണം ഒരു പ്രത്യേക പേര് ജിയങ് അതിന് പറഞ്ഞിരുന്നു. വേഗം തന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് ആ പേരെന്തായിരുന്നു ജിയങ് പറഞ്ഞു എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് ഹ്യോൺ എഴുതുമ്പോൾ ആ ഒരു വാക്കിന്റെ അർത്ഥവും കൂടി അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട് എന്നതാണ് ആ ഒരു സൂപ്പിന്റെ പേരിന്റെ അർത്ഥമെന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. അവളെന്താ വീട്ടിൽ പോകുന്ന വീണ്ടും വീണ്ടും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെല്ലാം ഹ്യോൺ ദേഷ്യപ്പെടുമ്പോ അയ്യോ ഞാൻ അങ്ങനൊന്നും വെച്ച് പറഞ്ഞതല്ല, ഞാൻ ഈ ഒരു ഡിഷിന്റെ പേരിന്റെ അർത്ഥം പറഞ്ഞതാണെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഹ്യോണിന് ഒരു രീതിയിലും ജിയങ് അവനെ വിട്ടിട്ട് വീട്ടിൽ പോകുമെന്നത് ചിന്തിക്കാനേ വയ്യെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് നമ്മൾ ജിയങ്ങിനെ കാണുമ്പോഴേക്കും ജിയങ് തിരിച്ച് അവളുടെ താമസ സ്ഥലത്തിന് അടുത്ത് വന്നിരിക്കുകയാണ്. ഈ ടീം കയ്യിൽ ആ മോതിരം നോക്കി ഹ്യോൺ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും തിരിച്ചു പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നതിനെ കുറിച്ചും ഒക്കെ ജിയങ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗിൽഗോ എന്താണ് പതിവില്ലാത്തൊരു ആലോചന എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. ജിയങ് തുറന്നു പറയുന്നുണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന്. അല്ല ഞാൻ അങ്ങനെ പോകുമ്പോ നീ എന്റെ കൂടെ വരുമോന്ന്
ജിയങ് ഗിൽഗുവിനോട് ചോദിക്കുമ്പോ അത് പിന്നെയെന്നും പറഞ്ഞിങ്ങനെ ഗിൽഗു ഉത്തരം പറയാതെ ആലോചിക്കുമ്പോ ഇത് കണ്ടോ അവളുടെ സ്വഭാവം മാറിയത്. കൊട്ടാരത്തിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോ അവക്കിപ്പൊ എന്നെ വേണ്ട. ഇതിനു മുന്നേ ഞാൻ ചോദിച്ചപ്പോ എന്റെ കൂടെ വരാം താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആളാ ഇപ്പൊ ഇങ്ങനെ പറയുന്ന കേട്ടില്ലെന്നെല്ലാം ജിയങ് ചിണുങ്ങുമ്പോ അയ്യേ അത് ഞാൻ ചുമ്മാ ഒരു ജാട കാണിച്ചതല്ലേ, ഞാൻ എന്തായാലും വരുമെന്നെല്ലാം ഗിൽഗുവും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത് മുത്തശ്ശിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കൊട്ടാരത്തിലെ വലിയ ആഘോഷം നടക്കാനായി ഒരുങ്ങുന്നതാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ ഫുഡ് ഒരു മെയിൻ കാര്യമാണല്ലോ. അങ്ങനെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ട ഫുഡ് തയ്യാറാക്കാനായി ജിയങ്ങും കിച്ചണിൽ തന്നെയുണ്ട്. ഇന്ന് ഇറച്ചിയും കാര്യങ്ങളും ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല, ഫുൾ വെജിറ്റേറിയൻ ഫുഡാണ്. പക്ഷെ അതിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനായി വെജിറ്റേറിയൻസിന് ഇറച്ചി കണക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് സോയാബീനും കൊണ്ട് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ജിയങ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ജിയങ്ങിന്റെ കൂടെ ഉള്ളവർക്ക് സോയാബീനോ അതൊരു വെജിറ്റേറിയൻ ഡിഷ് അല്ലേ, അത് വെച്ച് ഇറച്ചി കണക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ സാധിക്കുമോ, വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുമോ അതൊക്കെ എന്നിങ്ങനെ അവരിങ്ങനെ ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം അവർക്ക് അതൊന്നും കുക്ക് ചെയ്ത് പരിചയമില്ലാത്ത കാര്യമാണ്. എന്തായാലും അവർക്ക് സോയാബീൻ പേസ്റ്റ് അറിയൂ, സോയാബീൻ ഇങ്ങനെ ക്യൂബ് പോലെ ആക്കി ഇറച്ചിക്കറി കണക്കൊന്നും വെക്കുന്നതൊന്നും അവർക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. എന്തായാലും ഞാനിപ്പോ വെച്ച് കാണിക്കാന്ന് പറഞ്ഞ ജിയങ് ഫുൾ കോൺഫിഡൻസിൽ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ ബർത്ത്ഡേ ഗേളായ മുത്തശ്ശിയെ കാണുമ്പോഴേക്കും പുള്ളിക്കാരിയുടെ അടുത്തെത്തി ഓരോരുത്തർ ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ടീം അങ്ങോട്ടേക്ക് മുത്തശ്ശിയെ കാണാനായി മോക്ജു എത്തുന്നു. മുത്തശ്ശിക്ക് മോക്ജുവിനോട് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വന്ന പാടെ നിന്നെ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടേന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി ഷൗട്ട് ചെയ്യുമ്പോൾ എന്നെ മുത്തശ്ശിയുടെ ഗാർഡ്സ് തടഞ്ഞു, പക്ഷെ ഞാൻ ബലമായി ഇങ്ങോട്ടേക്ക് കയറി വന്നതാ. മുത്തശ്ശി എന്നോട് ദേഷ്യം കാണിക്കരുത്, വെറും തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നടന്ന കാര്യങ്ങളിൽ എനിക്ക് ഒരു പങ്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു മോക്ജു ഭയങ്കരമായി തന്നെ അവിടെ ഇന്നസെന്റ് കണക്ക് സംസാരിക്കുന്നുണ്ട്. കുറെ അവള് വാചകം അടിക്കുമ്പോ മുത്തശ്ശിയും ശരി സത്യമൊന്നും അധികം നാളെ മൂടി വെക്കാൻ കഴിയില്ല, എന്തായാലും നിനക്കെതിരെ ഇപ്പോ ശക്തമായ ഒരു തെളിവും ഹിയോന്റെ കയ്യിൽ ഇല്ലല്ലോ, അങ്ങനെ ഒരു തെളിവ് കിട്ടുമ്പോ നിനക്കിട്ടുള്ള പണി തരാവുന്ന മട്ടില് മോക്ജുവിനോട് സംസാരിക്കുമ്പോൾ അത് മതി, കാരണം അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോഴും കോൺഫിഡന്റ് ആയി സംസാരിക്കുന്ന മോക്ജു മുത്തശ്ശിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയും മുത്തശ്ശിയുടെ മുന്നിൽ അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ സമർപ്പിക്കുകയും മുത്തശ്ശിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസിൽ ഒരു ഭാഗമാകാനായി അവിടെ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ജേസണും അവന്റെ മന്ത്രിമാരും കൂടി പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു. അധികം വൈകാതെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസിന്റെ എല്ലാം തുടക്കം നടക്കുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന ബോംബും പണി തുടങ്ങും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുത്തശ്ശിയുടെ ഡെത്ത് ഡേയും മിക്കവാറും ഹിയോന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും എന്നല്ല അവർ എന്തോ ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പ്ലാനിങ്ങിന് ശേഷം വളരെ സ്നേഹനിധിയായ ഒരാളെ കണക്ക് ജേസൺ നേരെ മുത്തശ്ശിയുടെ അടുത്ത് എന്ന് പുള്ളിക്കാരിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇത്രയും നേരം പുറത്തു നിന്ന് പുള്ളിക്കാരിക്ക് എങ്ങനെ പണി കൊടുക്കാം, എങ്ങനെ പുള്ളിക്കാരിയെ കൊലക്കി കൊടുക്കാവുന്ന രീതിക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ജേസൺ ആണ് ഇപ്പതേ ഇങ്ങനെ ഇവിടെ വന്ന് തൊഴുത് കുമ്പിട്ട് നിൽക്കുന്നതെന്ന് ആരേലും പറയുമോ? പക്ഷെ മുത്തശ്ശിക്ക് ജേസനെ പറ്റി എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്, ഇവൻ കൂടെ നിന്ന് പണി തരുന്നവനാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളും അയാളുടെ അഭിനയമൊക്കെ കണ്ട് മുത്തശ്ശി ഒരുമാതിരി അതിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇതേ ടീം ഹിയോൺ ആകട്ടെ മുത്തശ്ശിക്ക് വേണ്ടിയുള്ള അവന്റെ ആ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അസിസ്റ്റന്റ് എത്തി അവർ കസ്റ്റഡിയിൽ വെച്ചിരുന്ന മോക്ജുവിന്റെ ആ ഒരു തോഴിയെ മരിച്ച നിലയിൽ കണ്ടിട്ട് ആത്മഹത്യയാണെന്ന് തോന്നുന്നു, കയ്യിൽ സ്വയം കുത്തി മരിക്കാനായി ഉപയോഗിച്ച ആ ഒരു ഷാർപ്പായ ഹെയർ പിൻ ഒക്കെ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഹിയോണിന് അത് ഒരു ആത്മഹത്യ ആവാൻ ഒരു സാധ്യതയില്ല, മോക്ജു അവളുടെ കള്ളങ്ങൾ പുറത്താവാതിരിക്കാനായി അവളുടെ തോഴിയെ തന്നെ കൊന്നതാകാമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ചു പറയാനായിട്ട് ഹിയോണിന്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം തെളിവ് ശേഖരിക്കുന്നത് വരെ ഒന്നും മിണ്ടാതിരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാർട്ടി സ്റ്റാർട്ട് ആവുന്നു. മുത്തശ്ശി അവിടെ വന്നിരിക്കുമ്പോൾ മുത്തശ്ശിയെ ഹാപ്പി ആക്കാനായി പലവിധ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ്. മുത്തശ്ശിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ അവിടെ തയ്യാറായിരിക്കുന്നു. ആ പെർഫോമൻസ് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്ന മുത്തശ്ശി അടുത്തുണ്ടായിരുന്ന ആ ഫുഡ് തയ്യാറാക്കിയ ജിയങ്ങിനോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ഇത്, ഇറച്ചിയൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല എന്നറിയില്ലേ, അതുകൊണ്ടല്ലേ ഇന്ന് ഫുൾ വെജിറ്റേറിയൻ മെനു മതി എന്ന് പറഞ്ഞത്, പിന്നെ എന്താ ഇതെന്നെല്ലാം ചോദിക്കുമ്പോൾ അത് ഇറച്ചിയല്ല സോയാബീനും കൊണ്ടുണ്ടാക്കിയ ഒരു ഡിഷാണെന്ന് ജിയങ് പറയുമ്പോൾ മുത്തശ്ശി വിശ്വസിക്കുന്നേ ഇല്ല. സോയാബീനും കൊണ്ട് ഇറച്ചി കഴിക്കുന്ന കണക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് മുത്തശ്ശിക്ക് ഭയങ്കര അമ്പരപ്പ്. അങ്ങനെ മുത്തശ്ശി വലിയ ആശ്ചര്യത്തില് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് അവിടെ ഹിയോന്റെ ഡാൻസ് പെർഫോമൻസ് നടക്കുന്നത്. ഹിയോൺ മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ടി ഒരു പിറന്നാൾ സമ്മാനം എന്ന രീതിയിൽ ആ ഒരു ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ മുത്തശ്ശിയും മറ്റുള്ളവരും ഒക്കെ അത് കണ്ട് ആസ്വദിക്കുന്നു. കൂട്ടത്തിൽ നമ്മളുടെ ജിയങ്ങും ഹിയോണിനെ മാറി നിന്ന് സൈറ്റ് അടിച്ച് ഡാൻസ് ഒക്കെ ആസ്വദിച്ച് നിൽക്കാണ്. അകത്തിങ്ങനെ ആഘോഷം നടക്കുമ്പോഴേക്കും കൊട്ടാരത്തിന്റെ പുറത്ത് കുറച്ച് പേര് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ രാജാവായ ഹിയോന്റെ അമ്മയുടെ മരണത്തിന്റെ സത്യാവസ്ഥ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് കയ്യിലുള്ള അയാളില്ലേ, അയാൾ തന്നെയാണ്. കൂടെ ഹിയോന്റെ അമ്മയുടെ അമ്മയും ഉണ്ട്, അതായത് ഹിയോന്റെ മുത്തശ്ശി. ഇയാളെ ജേസൺ ആകട്ടെ കസ്റ്റഡിയിൽ വെച്ച് ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സത്യമൊക്കെ തന്നെ ഹിയോണിനെ അറിയിക്കാനായി. കൂടെ ഹിയോന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, ആകെ വട്ടിളകി ഹിയോൺ ഈ ഒരു സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന അവന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ തന്നെ കൊന്ന് ഒരു സംഹാര താണ്ഡവം അവിടെ ആടുമെന്നും അതുവഴി തനിക്കാണ് നേട്ടം ഉണ്ടാവുകയെന്നും ജേസൺ കണക്ക് കൂട്ടിയാണ് വിടുന്നത്. ഇയാൾക്കാകട്ടെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഹിയോൺ ഏത് രീതി റിയാക്ട് ചെയ്യുന്ന നല്ല ബോധ്യമുണ്ട്. പക്ഷെ അയാളുടെ
അയാളുടെ ഫാമിലിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കാനായി ജേസൺ ശ്രമിക്കുകയാണ്. അങ്ങനെ അവരവിടേക്ക് വരുന്ന ടീം ആ മുത്തശ്ശിയുടെ മുഖമൊക്കെ മറച്ചു പിടിച്ചാണ് കൊണ്ടുവരുന്നത്. പടത്തലവനായിട്ട് മിസ്സായി പോയ ഇയാളെ കാണുമ്പോൾ വളരെ സന്തോഷത്തില് നീ എവിടെയായിരുന്നു ഇത്രയും നാളെന്നൊക്കെ ചോദിച്ച് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ടീം. അപ്പോഴേക്കും ഹിയോൺ ആകട്ടെ ഡാൻസ് ചെയ്ത് തീരുകയും കറക്റ്റ് അയാളെ കാണുകയും ചെയ്യുന്നുണ്ട്. ഹിയോണും ഇയാൾ എത്തി തന്റെ അമ്മയുടെ മരണത്തിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാന്ന് വിചാരിച്ച് കാത്തിരുന്നപ്പോഴല്ലേ ഇയാൾ അപകടത്തിൽപ്പെട്ടു മിസ്സായെന്നൊക്കെ അറിഞ്ഞത്. അതിനുശേഷം ഇയാളെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണുമ്പോൾ മിക്സ്ഡ് ഇമോഷനിലാണ് നിൽക്കുന്നത്. നീ എവിടെയായിരുന്നു, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ഹിയോണിന്റെ മുന്നിൽ അയാൾ ആ ഒരു ഡോക്യുമെന്റ്സ് നൽകുന്നുണ്ട്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ, ആ ഡോക്യുമെന്റ്സ് ആണിതെന്നെല്ലാം അയാൾ പറയുന്നതും കൂടി കേൾക്കുമ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ കുറേ പേരുടെ നെഞ്ചെടുപ്പ് കൂടുന്നത് നമുക്ക് കാണാം. കുറെ മന്ത്രിമാരുടെയും ഒപ്പം ഹിയോണിന്റെ മുത്തശ്ശിയുടെയും ഒക്കെ. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന തന്റെ മുത്തശ്ശിയും കൂടി കാണുന്ന ഹിയോൺ ആകെപ്പാടെ തകരുന്നുണ്ട്. ഈ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ചാണ് തന്റെ അമ്മ മരണപ്പെട്ടത്. അതിനുശേഷമാണ് ഈ മുത്തശ്ശിക്ക് ഇങ്ങനെ മനോനില തെറ്റിയത്. ആ മുത്തശ്ശിയുടെ കയ്യിലുള്ള പാവ തന്റെ അമ്മയുടെ രക്തം പുരണ്ട വസ്ത്രം കൊണ്ടുള്ള ഡ്രസ്സാണ് തയ്പ്പിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആകെ ഇമോഷണൽ ആവുന്നുണ്ടവൻ. വേഗം തന്നെ ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് നൈസായി എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന തന്റെ മുത്തശ്ശിയോടും മറ്റു മന്ത്രിമാരോടും ഭയങ്കരമായി ഹിയോൺ ഷൗട്ട് ചെയ്യുന്നു. ഒരൊറ്റ ഒരെണ്ണം അവിടെ നിന്ന് അനങ്ങരുത്, എവിടെയാണോ നിങ്ങൾ ഇരുന്നത് അവിടെ തന്നെ മര്യാദയ്ക്ക് വന്നിരുന്നോണോ എന്ന് ഹിയോൺ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. വേഗം തന്നെ സാങ്ങിനോട് ആ ഡോക്യുമെന്റ്സ് റീഡ് ചെയ്യാനായി ഹിയോൺ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഹിയോണിന്റെ അമ്മയെ കൊന്ന ശേഷം ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഈ രാജഭരണത്തിന്റെ ഭാഗമായി അവർ രേഖപ്പെടുത്തിയിരുന്ന ഡോക്യുമെന്റ്സ് ആണ് ഇതൊക്കെ. അതിപ്പോ അങ്ങനെ ഹിയോണിന്റെ മുന്നിൽ വെച്ച് സാങ് വായിക്കുന്ന ടീം മുത്തശ്ശിയും മുത്തശ്ശിയുടെ തോഴിമാരായ ചില ലേഡീസും ഒപ്പം ഇപ്പോഴും ഭരണത്തിലുള്ള ചില മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് അന്ന് ഹിയോണിന്റെ അമ്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. ഗൂഢാലോചന എന്നല്ലത് ഈ പറഞ്ഞിരിക്കുന്നത് ഹിയോണിന്റെ അമ്മ മനോനില തെറ്റിയ ഒരു ലേഡിയാണെന്നൊക്കെ ആരോപിച്ച് അങ്ങനെ ഹിയോണിന്റെ കാഴ്ചപ്പാടിൽ അതൊരു ഗൂഢാലോചനയാണല്ലോ. കാരണം ഹിയോണിന്റെ അമ്മയ്ക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരോട് ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവരെ പുറത്താക്കിക്കാനായി ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനായി അങ്ങനെ ഇവർ ഗൂഢാലോചന നടത്തി കെട്ടുകഥ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതുപോലെ മനോനില തെറ്റിയ ഒരാൾ റാണിയായി രാജ്യത്തുണ്ടാവുന്നത് തന്നെ ആ രാജ്യത്തിന് ഒരുപാട് ദുഷ്പേര് കൊണ്ടുവരും, രാജ്യം മുടിഞ്ഞു പോകുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്ന് ഇവർ ഡിസ്കസ് ചെയ്താണ് ഹിയോണിന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാം എന്നൊരു തീരുമാനം എടുക്കുകയും അത് രാജാവിനെ കൊണ്ടെന്ന് നടപ്പാക്കുകയും ചെയ്തത്. സ്വാർത്ഥതയുടെ പേരില് ഇവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തി സാധുവായിരുന്ന തന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊന്നു എന്ന് ഓർക്കുമ്പോഴേ കലിയിളകുന്ന ഹിയോൺ ആ മുത്തശ്ശിയെയും അവരുടെ തോഴിമാരെയും കൂട്ടുനിന്ന മന്ത്രിമാരെയും കൊല്ലാനായി വാളെടുത്ത് ഓങ്ങുമ്പോഴേക്കും ഇത് കണ്ടുനിന്ന എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ജേസണും മോക്ജുവും പക്ഷെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇതായിരുന്നു വേണ്ടത്. ഹിയോണിനെ ഒരു ഭ്രാന്തനെ കണക്ക് മാറ്റി അവനെ ഭയങ്കരമായ കൊലകൾ ചെയ്യിപ്പിച്ച് ആ പേരിൽ ഇങ്ങനെയുള്ള ഒരാളെ രാജാവാക്കാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കണമെന്ന് ഇതേ ടീം ഇത് കണ്ടുനിന്ന ജിയങ്ങിന് ഇത് അനുവദിച്ചു കൊടുക്കരുത്, ഇത് എത്രയും പെട്ടെന്ന് തടയണമെന്ന ഒരു ചിന്തയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി അടക്കമുള്ളവരെ കൊല്ലാനായി വാളെടുത്ത് മുന്നോട്ട് ചീറിപ്പായുന്ന ഹിയോണിനെ ജിയങ് തടയുന്നു. പക്ഷെ ജിയങ് എന്തൊക്കെ പറഞ്ഞിട്ട് ഹിയോൺ അവിടെ അടങ്ങുന്നില്ല. ഹിയോൺ ഭയങ്കരമായ ദേഷ്യത്തിൽ തന്റെ അമ്മ അനുഭവിച്ച ടോർച്ചർ, ഇവരൊക്കെ കാരണം തന്റെ അമ്മ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകൾ, വേദന, കഷ്ടപ്പാട്, തന്റെ അമ്മയുടെ രക്തം പുരണ്ട ആ ഒരു തുണി എല്ലാം കൂടി കണ്ട് വട്ടളകുന്ന ഹിയോൺ വീണ്ടും വാളെടുത്ത് ഓങ്ങുമ്പോഴേക്കും ജിയങ് തടയുമ്പോൾ എന്നെ തടയേണ്ട കാര്യം നിനക്കില്ല, നീ ആരെ എന്നെ തടയണമെന്നെല്ലാം അവളോടുള്ള ഒരു സ്നേഹം പോലും പറഞ്ഞ് ഹിയോൺ അവിടെ മുന്നിൽ നിന്ന് മാറാനായി ഷൗട്ട് ചെയ്യുന്ന ടീം ഞാൻ തടയും, കാരണം നിങ്ങളെ ഒരു കൊലപാതകയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, ഞാൻ നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഹിയോണിനോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ തന്നെ കൊന്നാലേ ഹിയോണിന് മുന്നോട്ട് ഇനി വേറെ ആരെങ്കിലും കൊല്ലാനായി അനുവദിക്കുന്ന മട്ടില്ല ഹിയോണിന് വേണ്ടി എന്തും ചെയ്യാനായി നിൽക്കാണെന്ന ആ ഒരു രീതിക്ക് ജിയങ് അവിടെ സംസാരിക്കുമ്പോൾ കേട്ടു നിന്നവരൊക്കെ ഞെട്ടുന്നുണ്ട്. കാരണം ജിയങ്ങിന് ഹിയോണിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവൾ അവിടെ സംസാരിച്ചത്. കൂടാതെ അതിൽ ഏറ്റവും പ്രധാനം ഇത് കേട്ടു നിന്നിരുന്ന ഹിയോൺ പോലും അവളുടെ ആ വാക്കുകൾ കേട്ട് ഒന്ന് കുലുങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അവന് വേണ്ടി അവൾ കെയർ ചെയ്യുന്നു എന്നത് അവിടെ വെളിപ്പെടുത്തുമ്പോൾ പതിയെ അവൻ ആ വാളൊന്ന് താക്കുന്നു. പക്ഷെ അപ്പോഴും ഇവരെ കൊല്ലണം എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറ്റമില്ലാതെ ഹിയോൺ ഇപ്പോ ജിയങ്ങിനോട് നീ എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, ഒരിക്കലും എന്റെ അമ്മയെ ഇത്രയേറെ ഉപദ്രവിച്ച ഇവരോട് എനിക്ക് മാപ്പ് കൊടുക്കാനോ അവരെ വെറുതെ വിടാനോ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് അവരെ കൊന്നേ പറ്റൂന്നും പറഞ്ഞ് ജിയങ്ങിനെ പോലും തള്ളി മാറ്റി ഹിയോൺ മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഹിയോന്റെ ആ മുത്തശ്ശിയില് അവരുടെ അടുത്തേക്ക് ചെന്ന് ജിയങ് ആ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയുടെ സെൻസസിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാനായി ജിയങ് കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് ആ മുത്തശ്ശിക്ക് കൊടുക്കുന്നു. അത് കഴിച്ച മുത്തശ്ശി സ്വല്പം ഒന്ന് ഓക്കെ ആവും, സ്റ്റേബിൾ ആവും എന്ന് തോന്നുന്നവൾ അതിനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഹിയോൺ അപ്പോഴേക്കും അവന്റെ മറ്റേ മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്റെ അമ്മയുടെ മരണത്തിൽ ഇത്രയേറെ പ്രധാന പങ്ക് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല, നിങ്ങളാണ് എന്റെ അമ്മ മരിക്കാൻ കാരണം, നിങ്ങൾ അന്ന് ആ തീരുമാനം എടുത്ത് കാര്യങ്ങൾ നീക്കില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇന്ന് ജീവനോടുകൂടി ഉണ്ടായിരുന്നേനെന്നെല്ലാം ഇങ്ങനെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു ഹിയോൺ. അങ്ങനെ ആ മുത്തശ്ശിയെ വെട്ടാനായി ഹിയോൺ വാളൊങ്ങുമ്പോഴേക്കും ഇവിടെ അവന്റെ മറ്റേ ആ മുത്തശ്ശി അന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് വിഷം കൊടുത്ത ഹിയോന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ അവിടെ ഉച്ചത്തിൽ പറയുകയാണ്. മറ്റൊന്നുമല്ല, ഒരിക്കലും നിങ്ങളെ പോലെ ഒരാളായിരിക്കില്ല എന്റെ മകൻ, അവൻ വളർന്ന് ഈ നാടിന്റെ രാജാവായി മാറുമ്പോൾ ജീവന്റെ വില എന്താണെന്ന് അവൻ നിങ്ങൾക്ക് കാട്ടിത്തരും. അവൻ നിങ്ങളെ പോലെ ജീവൻ എടുക്കാനായി നടക്കുന്ന ഒരുത്തനാവില്ല, അവന്റെ അച്ഛനെ പോലെ ഒരു മോശക്കാരനായ രാജാവോ ആവില്ല, അവൻ ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും നല്ലൊരു രാജാവായി അവൻ
വളരുന്നല്ല. ഹിയോണിനെ പറ്റി പറഞ്ഞാണ് അവന്റെ അമ്മ മരണം അടഞ്ഞത്. ഇപ്പൊ ആ കാര്യങ്ങൾ ഉറക്കി കേൾക്കുന്ന ഹിയോൺ ഇമോഷണലായി മുത്തശ്ശിയെ വെട്ടാതെ വാള് താഴെയിടുന്നു. അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. കാരണം അവന്റെ അമ്മ ആഗ്രഹിക്കുന്ന കണക്ക് അവൻ ആകണമെങ്കിൽ അവൻ ഇപ്പോ ഇവരുടെ ജീവൻ എടുക്കാനേ പാടില്ല. എല്ലാവർക്കും വളരെ ആശ്വാസമാവുന്നുണ്ട്. പക്ഷെ മോക്ടുവും ജേസണും അവരുടെ പ്ലാൻ പാളിയ ആ ഒരു ചമ്മൽ അവിടെ നിൽക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഹിയോൺ ഇമോഷണലായി ഇറങ്ങി പോകുമ്പോൾ ജിയങ് പുറകെ പോകുന്നുണ്ട്. ആദ്യമൊന്നും ജിയങ്ങിനോട് മിണ്ടാനായി ഹിയോൺ തയ്യാറാവുന്നില്ലെങ്കിലും പതി അവൻ സംസാരിക്കുന്നു. അവന്റെ അമ്മയുമായി ഉണ്ടായിരുന്ന മെമ്മറീസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യുന്ന ഹിയോൺ അമ്മയുടെ മരണശേഷം അവൻ അച്ഛനെ വളരെയേറെ വെറുത്തിരുന്നു എന്നും അച്ഛനെ തന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നും പക്ഷെ അതിനൊരു അവസരം തനിക്ക് കിട്ടിയില്ല. അതിനുശേഷമാണ് മറ്റാരൊക്കെയാണോ തന്റെ അച്ഛന്റെ കൂടെ നിന്ന് തന്റെ അമ്മയുടെ മരണത്തിൽ പങ്കുള്ളത് അവരെയൊക്കെ കണ്ടെത്തി കൊല്ലണമെന്ന വാശി തന്റെ ഉള്ളിൽ ഉണ്ടായതെന്നും അതിനായിട്ടാണ് താൻ ഇത്രയും നാള് പരിശ്രമിച്ചതെന്നും പക്ഷെ താൻ ആ ചെയ്തതൊന്നും അല്ല തന്റെ അമ്മ തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലായി ഒരു നിമിഷം താൻ തന്നെ തന്നെ തിരുത്തുകയാണെന്നും ഇനി മുതൽ അമ്മ ആഗ്രഹിച്ച കണക്ക് അങ്ങനെ ദേഷ്യപ്പെടാതെ ചിന്തിച്ച് യുക്തിപൂർവ്വം മാത്രം തീരുമാനമെടുക്കുന്ന നാടിനും ജനങ്ങൾക്കും നല്ലൊരു രാജാവായി താൻ മാറുമെന്നും എല്ലാം ഹിയോൺ പറയുമ്പോൾ ജിയങ്ങും അത് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം വലിയൊരു ആപത്തിൽ നിന്നാണ് ഇപ്പോൾ ജിയങ് ഹിയോണിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ ടീം ഇതൊന്നും തന്നെ ജേസൺ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ജിയങ് ഇടയിൽ കയറി വന്ന് ഹിയോണിനെ കൺവിൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ പ്ലാൻ പ്രകാരം എല്ലാം ഇന്ന് നടന്നേനെ. എന്തായാലും അവളെ കൊന്നു കളയണം. അവള് കൂടെ ഉണ്ടെങ്കിൽ ഹിയോണിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ജേസൺ ജിയങ്ങിനെ കൊല്ലാനായി പ്ലാൻ ഇടുന്നത് സാങ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ജേസന്റെ ആള് സാങ്ങിനെയും അടിച്ച് ബോധം കെടുത്തുന്നത് നമുക്ക് കാണാം. ഇപ്പോഴും ഹിയോണിന്റെ യഥാർത്ഥ ശത്രുക്കളെ വെളിച്ചത്ത് കൊണ്ടുവരാനായി ഹിയോണിന് കഴിഞ്ഞിട്ടില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇനി 1-2 എപ്പിസോഡുകൾ മാത്രമേ ഈ ഒരു ഡ്രാമയുടേതായി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.